നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഇന്ന് കന്നിമാസത്തിലെ ആയില്യം. നാഗപ്രീതി തേടി മാള, വടമ, പാമ്പുമേക്കാട്ട് മനയിൽ നൂറുകണക്കിന് ഭക്തർ ദർശനം നടത്തി. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ SFI യൂത്ത് കോൺഗ്രസ് സംഘടനം. നിരവധി പേർക്ക് പരിക്കേറ്റു. MES അസ്മാബി കോളേജ് പരിസരത്ത് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ന് കന്നിമാസത്തിലെ ആയില്യം. നാഗാരാധനയ്ക്ക് വിശേഷ ദിവസമായി കരുതപ്പെടുന്ന ആയില്യം ദിനത്തിൽ മാള, വടമ, പാമ്പുമേക്കാട്ട് മനയിൽ ദർശനം നടത്താൻ നൂറുകണക്കിന് ഭക്തർ എത്തി. സർപ്പദോഷം മാറാനും രോഗശമനത്തിനും ഈ ദിവസം സർപ്പാരാധന നടത്തുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ SFI യൂത്ത് കോൺഗ്രസ് സംഘടനം. നിരവധി പേർക്ക് പരിക്കേറ്റു. MES അസ്മാബി കോളേജ് പരിസരത്ത് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. ഇന്ന് കോളേജ് പരിസരത്തെത്തിയ യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹഫ്സലും സഹപ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിലാണ് സംഘടനമുണ്ടായത്. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ഇരുകൂട്ടരെയും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസിന്റെ സാന്നിധ്യത്തിലും സംഘടനം തുടർന്നു. പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് അന്തരീക്ഷം ശാന്തമാക്കിയത്. സംഘടനത്തിൽ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മാള സ്നേഹഗിരി ഹോളി ചൈൽഡ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ഭക്ഷ്യദിനാചരണം നടന്നു. PTA പ്രസിഡന്റ് PK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ഡോണൽ ഡിസിൽവ, MPTA പ്രസിഡന്റ് സന്ധ്യ KK, സ്റ്റാഫ് പ്രതിനിധി ജൂലിയറ്റ് M പൗലോസ് എന്നിവർ സംസാരിച്ചു. ജങ്ക് ഫുഡിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിച്ച് പോഷകമൂല്യമുള്ള ആഹാരശൈലിയിലേക്ക് പുതുതലമുറയെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രക്ഷിതാക്കളെ ഉൾപ്പെടുത്തി നടത്തിയ ഫുഡ് ഫെസ്റ്റ് മത്സരത്തിൽ 20ഓളം ടീമുകൾ പങ്കെടുത്തു. ഇന്ധനം ഉപയോഗിക്കാതെയുള്ള മത്സരമാണ് സംഘടിപ്പിച്ചത്. തുടർന്ന് വിശക്കുന്നവർക്ക് അന്നം എത്തിക്കുക എന്ന സന്ദേശം പകർന്നു നൽകി മേലടൂർ പാഥേയം പദ്ധതിയിലേക്ക് 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ പൊതിച്ചോറ് വിതരണം ചെയ്തു. ഇന്ന് നമുക്കറിയാം ഫുഡ് ഡേ ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് 2 മോറൽ തീംസാണ് കൊടുക്കുന്നത്. ഒന്ന്, ഫാസ്റ്റ് ഫുഡിൽ നിന്നും കുട്ടികൾ വിട്ടുമാറാൻ നാച്ചുറലായിട്ടുള്ള ഫുഡിലേക്ക് തിരിയണം. അങ്ങനെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി കുട്ടികളെ വളർത്തിയെടുക്കുക. ഒപ്പം തന്നെ വയറ് വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കുട്ടികളിലൂടെ മറ്റുള്ളവരിലേക്ക് കൈമാറുക. ഈ 2 സന്ദേശമാണ് ഇന്ന് ഈ ഫുഡ് ഡേ കൊടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട് 9C-ക്കാരാണ് കാരണം ആ ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ 9C-യിലെ എല്ലാ വിദ്യാർത്ഥികളും ഓരോ പൊതിച്ചോറ് പാതയത്തിലേക്ക്
സംഭാവന ചെയ്യുന്നു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം പ്രമാണിച്ച് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ സെമിനാറും പ്രദർശനവും സംഘടിപ്പിച്ചു. നടുമുറ്റം സാംസ്കാരിക വേദിയും ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി സദേൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പൽ റിച്ചാർഡ് സ്റ്റാൻലി സാവിയോ ലൂയിസ് ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ PK അനിത അധ്യക്ഷത വഹിച്ചു. ബ്രീസ് ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ B ലൂയിസ് ക്ലാസ് നയിച്ചു. നടുമുറ്റം സാംസ്കാരിക സമിതി പ്രസിഡന്റ് TP രാജൻ, ചെയർമാൻ വിൽസൺ മേച്ചേരി, സെക്രട്ടറി TJ ആസാദ്, S ശ്രീകുമാർ, വാർഡ് കൗൺസിലർ നിത പോൾ, ഔസേപ്പ് മേലേപ്പുറം, രാജു വെട്ടിയാട്ടിൽ, ആശ ജോയ്സൺ, MP മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് കന്നിമാസത്തിലെ ആയില്യം. നാഗപ്രീതി തേടി മാള, വടമ, പാമ്പുമേക്കാട്ട് മനയിൽ നൂറുകണക്കിന് ഭക്തർ ദർശനം നടത്തി. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ SFI യൂത്ത് കോൺഗ്രസ് സംഘടനം. നിരവധി പേർക്ക് പരിക്കേറ്റു. MES അസ്മാബി കോളേജ് പരിസരത്ത് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.